ഹായ് ഹലോ ഗായ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞണ്ടിനെ കൊണ്ടുള്ള റൈറ്റാണ്. അതായത് ഒരു നാടൻ ഞണ്ട് കറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മുറിക്കുമ്പോൾ തൊട്ടേ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൊതിയുള്ള ആൾ ഈ വീട്ടിലത്തെ ആരാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പം ഞാൻ ആളെ കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞാ, ഹായ് ഹായ് പറഞ്ഞേ. എന്തിനാണ് ഇരിക്കുന്നത്? വെറുതെയാ? ഞണ്ടിനെ നോക്കാനല്ലേ? കള്ളക്കുഞ്ഞ് ഞണ്ടിഷ്ടാ? അപ്പോൾ വീട്ടിലെ ഞണ്ട് വർഗീയൻ ആരാന്ന് മനസ്സിലായില്ലേ? കുഞ്ഞൂട്ടൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുറിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ്. അറിയാത്തവർ വലിയവർക്കെല്ലാം അറിയായിരിക്കും. ഇപ്പോഴത്തെ കുറച്ച് ന്യൂജൻ പിള്ളേർ, എനിക്ക് ഞണ്ട് വിളിക്കാൻ അറിയില്ല, ഞാൻ ഈ അടുത്താണ് കേട്ടോ പഠിച്ചത്. അപ്പോൾ എനിക്ക് പഠിപ്പിച്ചു തന്നത് അമ്മയാണ്. അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞണ്ട് വിളിക്കുന്നത് എടുത്തത്, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞണ്ട് വിളിക്കാൻ കുറച്ച് ടൈം എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഞണ്ടിൻ്റെ കാൽ എൻ്റെ കൈക്ക് കുത്തുകയും ചെയ്യും. നല്ല കടച്ചിലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാനിങ്ങനെ പൊളിച്ചിടുകയാണ്. മുട്ടയുണ്ടായിരുന്നു അത്യാവശ്യം, കുറച്ച് ഞണ്ടിനൊക്കെ മുട്ടയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മുട്ട ഇത് ആദ്യം എടുത്ത് പുഴുങ്ങി കഴിഞ്ഞാലാണ് മുട്ട നമുക്ക് നേർക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു 3-4 വലുതുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഏകദേശം ചെറുതായിരുന്നു. അപ്പോൾ ആ കാലം എനിക്ക് പൊളിക്കാൻ കിട്ടിയതേ ഇല്ല. തച്ചടക്കാൻ നോക്കി എന്നിട്ടും കിട്ടിയില്ല. അവസാനം ഞാൻ സുല്ലിട്ട് ഞാൻ ചട്ടിയിലേക്ക് ഇട്ടു, പിന്നെ പൊളിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ബാക്കിയില്ല ചെറിയ മാതിരി കാലുകളൊക്കെ ഞാൻ മുറിച്ച് എടുക്കുകയാണ്. അതിൽ അത്യാവശ്യം നല്ല ഇറച്ചി ഉണ്ടാവും. അപ്പോൾ ഒരു നാടൻ രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നാടൻ രീതിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന വിധം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് വെറൈറ്റി ആണോ എന്നറിയില്ല. അവസാനം ഇരുന്നിരുന്ന് മടുത്ത ആൾ കിടക്കാനൊക്കെ തുടങ്ങി. ഇത് മുറിച്ച് തരുന്നാലേ ഇനി ആൾ ഉള്ളിലേക്ക് വരുള്ളൂ. അപ്പോൾ JCBയും കാറും കസേരയടക്കം വെച്ചിട്ടാണ് ആളിരിക്കുന്നത്. അപ്പോൾ വിനോദേട്ടനും ഞണ്ട് ചെമ്മീനാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണെന്ന് തോന്നുന്നു മോനും അത് തന്നെ ഇഷ്ടപ്പെട്ടത് കാരണമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊരു ഇഷ്ടമാണ്, അത്ര ഇഷ്ടമാണ്. ഞണ്ട് എന്ന് വെച്ചാൽ ജീവനാണ്. ഞണ്ട് കൊണ്ടുവന്നാൽ പിന്നെ ഇവൻ്റെ കളി കാണാൻ നല്ല രസമാണ്. നമ്മളതിനായിട്ട് ഞണ്ട് മേടിക്കും, ഇടയ്ക്കേ കിട്ടുള്ളൂ. എങ്കിലും മേടിച്ചാൽ ഇവൻ്റെ കളി കാണാൻ നല്ല രസമാണ്. അതിനായിട്ട് ഇവന് ബാക്കിൽ പോയിട്ട് കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ചേരട്ട വന്നു, ഇതേ കണ്ടല്ലോ, അതിനെ തല്ലിക്കൊന്നു. അങ്ങനത്തെ ഒരു ഞട്ടുമില്ല, ഓൻ ഒരു പ്രശ്നവുമില്ല, ഓൻ അതിനെ കൊന്നിട്ട് അനങ്ങാണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സീനൊക്കെ കഴിഞ്ഞ് ഞാനിത് ഞണ്ടിനെ നല്ല കുട്ടപ്പനാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, കഴുകി എടുത്തിട്ടുണ്ട്. മൺചട്ടിയിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് മുന്നേ മസാലകളൊക്കെ പൊടികളൊക്കെ വാട്ടാനായിട്ട് ഞാനൊരു കുഞ്ഞി ചീനച്ചട്ടിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചട്ടിയിലുള്ള ഞണ്ടിന് ഉപ്പും പിന്നെ ഇത് മഞ്ഞളും കൂടെ പുരട്ടി വെക്കാൻ പോവുകയാണ്. കുറച്ച് നേരം അത് മഞ്ഞളും ഉപ്പിലൊക്കെ അങ്ങ് ഇരിക്കട്ടെ. അപ്പോൾ കുറച്ച് നേരം പിടിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് പുരട്ടി എടുക്കുകയാണ് ഉപ്പും മഞ്ഞളൊക്കെ. ഇതിന് കുറച്ച് മുള്ളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് കൈക്ക് ചെറുങ്ങനെ കുത്തും. അപ്പം സൂക്ഷിച്ച് വേണം എല്ലാവരും ഇത് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം ഞണ്ട് കൊതിയൻ ഇത് അടുത്ത പരിപാടി ഏറ്റെടുത്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ച് തരാമെന്നും പറഞ്ഞിട്ട് കത്തിയൊക്കെ എടുക്കേണ്ട പരിപാടിയായിരുന്നു, ഞാൻ വിട്ടില്ല. അപ്പോഴാണ് നേരത്തെ പൊട്ടിക്കാൻ കിട്ടാത്ത 2 കാല് ഞാനിതിൽ എടുത്തു വെച്ചിട്ട് പൊട്ടിക്കാൻ മറന്നുപോയി എന്നുള്ള കാര്യം ഓർമ്മിച്ചത്. അപ്പോൾ ഞാൻ അത് എടുത്തിട്ട് പൊട്ടിക്കാൻ പോയി. അത് പൊട്ടിച്ചു കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് അമ്മേനെ മുറിക്കാനൊന്നും വിടുന്നില്ല. അമ്മ ഉള്ളിയും തക്കാളിയും മുറിച്ച് തരാൻ എന്നിട്ട് അതിനൊന്നും ഇവൻ വിടുന്നില്ല. ഇവൻ പിന്നെ അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ അതിനുവേണ്ടി സ്ഥലങ്ങൾ ഒരുക്കുന്ന പരിപാടിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പക്ഷേ ഒരു രക്ഷയില്ല, അവൻ പോകുന്നില്ല നടന്ന്. ഇനിയിപ്പോൾ അടുത്തതിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ മല്ലിമുളകും വാട്ടിയിട്ട് അരവ് പെരക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുകയാണ്. അമ്മമ്മയും മോനും അവിടെ സംവാദത്തിൽ തന്നെയാണ്. അവൻ അവിടെ മാറൂല എന്നാണ് പറയുന്നത്. അവസാനം ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മേ ഞാൻ മുറിച്ചോളാം, അമ്മ പൊയ്ക്കോന്ന്. അപ്പോൾ ഞാൻ വാട്ടാൻ തുടങ്ങി. ആദ്യം മല്ലിപ്പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഞണ്ട് എത്രയാണ് അളവിനനുസരിച്ചിട്ട് നിങ്ങൾ ഏകദേശം നോക്കിയിട്ട് നിങ്ങളുടെ കണക്കിന് മല്ലിപ്പൊടി വാട്ടിയെടുക്കുക. ഏകദേശം നല്ലോണം മൂക്കുന്ന ഒരു പച്ചമണമൊക്കെ മാറി നല്ല മൂത്ത് വരുന്ന രീതിയിലാവുമ്പോൾ നിങ്ങൾക്ക് അതെടുത്തിട്ട് ചട്ടിയിലേക്ക് തട്ടാൻ പറ്റും. അപ്പോൾ അത്ര പോന്ന രീതിയിൽ നോക്കിയിട്ട് കറക്കാൻ പാടില്ല. കറുത്താൽ ഇങ്ങനെ കുറച്ച് കരിഞ്ഞു പോവില്ല, അങ്ങനെ ആവാൻ പാടില്ല. അതിന് മുന്നേ എടുത്തിട്ട് മാറ്റി വെക്കുക. അതിന് ശേഷം പറങ്കിപ്പൊടിയാണ്. പറങ്കിപ്പൊടി അറിയാമല്ലോ, ഫ്ലെയിം കുറച്ച് നല്ലോണം കുറച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ ഇത് രണ്ടും വേഗം കരിഞ്ഞു വന്ന സാധനമാണ്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആണ് വാട്ടുന്നത്. പറങ്കിപ്പൊടിയും ഇതും സെപ്പറേറ്റാണ് വാട്ടിയെടുക്കുന്നത്, ഒരുമിച്ച് എടുക്കില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ കറി കുറച്ച് കളറ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വേറെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറങ്ങിപ്പൊടിയും വാട്ടി ഞാൻ ചട്ടിയിലേക്ക് ഇട്ടു. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് എടുത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയെടുക്കുന്ന സമയം കൊണ്ട് ഇത് നല്ലോണം ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. അരവ് ഇതിനേക്ക് ഞണ്ടിന് ഏത് മീനായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലോണം പിടിക്കും. അപ്പോൾ അടുത്തതായിട്ടൊരു കിറ്റ്കാറ്റ് ബ്രേക്ക് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കിറ്റ്കാറ്റ് ഇല്ല, പകരം വേറൊരു ചോക്ലേറ്റാണ്. അതിൻ്റെ പേരെന്തോ ഞാൻ മറന്നുപോയി. അപ്പോൾ മിഠായി തിന്നുകൊണ്ട് ഞാൻ ഉള്ളിയും തക്കാളിയും മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത പരിപാടി അതാണ്, ഉള്ളി തക്കാളി നേരിയതായിട്ട് അരിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഞണ്ട് കൊതിയൻ അവിടെ നിന്ന് മാറുന്നേ ഉണ്ടായിട്ടില്ല. ഇനി ആക്കി കഴിഞ്ഞാലേ
അവന് സമാധാനം ഉണ്ടാവുള്ളൂ. സമാധാനം കിട്ടില്ല, അത് കഴിച്ചു കഴിഞ്ഞാലേ അവന് സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ അവൻ അത് തീരുന്ന വരെ അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ഞാനും അവനെ അവിടെ തന്നെ ഇരുത്തിച്ചു. അതാണ് നല്ലത്, ഇല്ലെങ്കിൽ കുഴപ്പാക്കിയിട്ട് എന്നെ ഒന്നിനും വിടില്ല. അപ്പോൾ ഉള്ളിയും തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പുതിയ കട്ടിംഗ് ബോർഡാണ്. നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ച് വെയിറ്റ് ഉണ്ട് സാധനം, എങ്കിലും കുഴപ്പമില്ല. ഇനി അടുത്തതായിട്ട് ഞാൻ ഫ്ലെയിം കത്തിച്ചിട്ട് ചീനച്ചട്ടിയിലാണ് ഉള്ളിയും തക്കാളിയും വഴറ്റുന്നത്. എന്നിട്ട് മൺചട്ടിയിലേക്ക് ഇട്ടിട്ട് അതിൽ നിന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ചട്ടി വെച്ചു. ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഉള്ളിയും തക്കാളിയും വഴറ്റിയെടുക്കേണ്ട പരിപാടിയാണ്. ആദ്യം ഉള്ളിയും തക്കാളിയും. കുഞ്ഞൂട്ടൻ അതിലില്ല നടക്കുന്നുണ്ട്. അവിടുന്ന് എങ്ങനെയല്ലോ ഒരു വിധത്തിൽ കീഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലത്തിറങ്ങിയിട്ട് നടക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഉള്ളിയെ വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്താൽ എനിക്ക് ഇങ്ങനെ ഉള്ളിയും തക്കാളി ഏത് കറിയിലും നല്ലോണം വഴറ്റിയെടുക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെയാകുമ്പോൾ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആദ്യം ഉള്ളിയാണ് ഇട്ടത്. ഉള്ളി നന്നായിട്ടൊന്ന് അതിലൊക്കെ കിടന്നിങ്ങനെ വഴറ്റി വരട്ടെ. അതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. തക്കാളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു വേറെ തന്നെ ഒരു ഫ്ലേവർ തരും ഇത്. അപ്പോൾ അത് ചതച്ചിടണം. അതിന് ശേഷം മതി, ഉള്ളിയും തക്കാളിയൊക്കെ അതിന് ശേഷം മതിയാവും അതാക്കുന്നത്. അപ്പോൾ അടുത്തത് തക്കാളി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തക്കാളി നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോൾ മാത്രമേ ഞണ്ടിലേക്ക് ഇട്ടിട്ട് അതിൽ വേവിക്കാനായിട്ട് വെക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ തക്കാളി ഉള്ളി നന്നായിട്ട് ആദ്യം ഉള്ളിയും പിന്നെ തക്കാളിയും ഇട്ട് വഴറ്റിയതിന് ശേഷം നന്നായിട്ട് ആയതിന് ശേഷം ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ചട്ടിയിൽ നിന്ന് വേവിക്കേണ്ട പരിപാടിയാണ്. എന്താ വെച്ചാൽ മീൻ കറികളൊക്കെ ചട്ടിയിൽ വെക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. മീൻ കറികൾ മാത്രമല്ല, പച്ചക്കറികളും ചട്ടിയിൽ മൺചട്ടിയിൽ അത് അടുപ്പത്ത് എത്തിച്ചിട്ടാണെങ്കിൽ പിന്നെ പറയാനില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഗ്യാസിലാണ് ആക്കുന്നത്, എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു മണം വരുമ്പോൾ തന്നെ എൻ്റെ മുഖം മാറി. ആരും ഓവർ റിയാക്ഷൻ ഇട്ടതാണെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഓവറൊന്നുമല്ല, അതിൻ്റെ ഒരു മണം വരുമ്പോൾ അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇതിലോട്ട് പെരക്കി വെച്ചതിൻ്റെ അവസ്ഥ ഇതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചായിട്ട് നല്ലോണം വെക്കണ്ട, ഏകദേശം നമുക്ക് അളവിനനുസരിച്ചിട്ട് വെള്ളം വെച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. അത്രയും കൂടിയേ ഉള്ളൂ. എന്നിട്ട് അത് വേവുന്നതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തൊലി അറിഞ്ഞിട്ട് ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് ആക്കിയിട്ട് ഇടുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, രസമുണ്ടാവും. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് വെള്ളം നന്നായിട്ട് വേണ്ട, ഒരു വിധം അതിൻ്റെ ഏകദേശം അല്ല, അതിൻ്റെ കുറച്ചും കൂടെ മുകളിലായിട്ട് അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് വെള്ളം വെക്കാം. എങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്താ വെച്ചാൽ ഞണ്ട് കുറച്ച് അതിന് തോട് കുറച്ച് കട്ടിയായിരിക്കുമല്ലോ. അപ്പോൾ അത് ഒന്ന് വെന്തിട്ട് ഉള്ളിലത്തെ സാധനം വെന്തിട്ട് എടുക്കാൻ കുറച്ച് ടൈം ഉണ്ടാവും. അപ്പോൾ ഏകദേശം അതൊരു ചുവത്ത കളറ് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് വെന്തു എന്നുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഏകദേശം ഇത്ര പോനാണ് വെള്ളം വെച്ചത്. നിങ്ങൾക്ക് ഞണ്ട് എത്ര പോനും ഉണ്ടാവും അത്ര പോന്ന അളവിൽ നിങ്ങൾക്ക് വെള്ളം വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ അതിൽ കിടന്നോട്ടെ. ഒന്ന് നല്ലോണം ഏകദേശമൊക്കെ ചോത്ത് നല്ല സെറ്റായിട്ടുണ്ട്. എങ്കിലും കുറച്ച് നേരം കൂടെ ഒന്ന് സെറ്റായിക്കോട്ടെ. എന്നിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് ഇളക്കി കൂട്ടി ഉപ്പും എരിവൊക്കെ നോക്കാനാണ് കേട്ടോ. അപ്പം എല്ലാം കറക്റ്റാണ്, ടേസ്റ്റും ഉണ്ട് കേട്ടോ. സത്യമായിട്ട് ഞാൻ ആക്കിയതുകൊണ്ടല്ല ഞാൻ ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് ഒന്നും ഇടുന്നത്. എല്ലാവരും ഒന്ന് എന്നെ കളിയാക്കല്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടല്ല കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാനിത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കാൻ പോവുകയാണ് ചതച്ചിട്ട്. നമുക്കൊരു കുഞ്ഞ് അമ്മിക്കുട്ടി ഉണ്ട്, അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കറി ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പർ മണമായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പോൾ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന്. അപ്പോൾ നല്ല മണം പിടിക്കാൻ, എനിക്ക് കറികളുടെ മണം പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മണം പിടിക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഇതൊരു നാടൻ സ്റ്റൈലിലാണ് ഞാൻ ആക്കിയത്. നാടൻ സ്റ്റൈലിൽ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കാം. എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുകയെന്ന് എനിക്കറിയില്ല. പറങ്കിയും മുളകും വാട്ടുമോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി ഒരു ലേശം കുരുമുളകും കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ. രണ്ടും കൂടി ഇട്ടാലും വേറെ തന്നെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ എൻ്റെ കറിക്ക് കുറച്ച് എരിവ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നന്നായിട്ട് തന്നെ കുരുമുളക് ഇട്ടു. പിന്നെ കറിവേപ്പില ഇല്ലവർക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അതും വേറെ തന്നെ ഒരു ടേസ്റ്റ് വരുന്ന സാധനമാണ്. അപ്പോൾ ഇന്നത്തെ ഞണ്ട് കറി, നാടൻ ഞണ്ട് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുകയും വേണം കേട്ടോ, എങ്കിലേ ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എനിക്ക് കറി നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവർക്ക് ബൈ ബൈ.